നമസ്കാരം. ഇറാനിൽ വീണ്ടും ബോംബിട്ട് ഇസ്രായേൽ സൈന്യം. നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ച ഡൊണാൾഡ് ട്രംപ്. ബെയ്റൂത്തിൽ ബോംബിട്ട് ഇറാൻ കരാർ പൊളിക്കാൻ നോക്കിയ നെതന്യാഹുവിനെ പച്ചത്തെറി വിളിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തിനായിരുന്നു ഈ അനാവശ്യ യുദ്ധം എന്നായിരുന്നു ട്രംപിന്റെ ചോദ്യം പോലും. സത്യത്തിൽ നെതന്യാഹുവാണ് യുദ്ധത്തിന്റെ സൂത്രധാരൻ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പോൾ തന്നെ യുദ്ധത്തിനിടയിൽ അന്തിമ കരാറിൽ എത്തിച്ചേർന്നത് തന്നെ നെതന്യാഹുവിന്റെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചെന്നാണ് ട്രംപിന്റെ വാദം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന കരാറിലേക്ക് എത്തിയിരിക്കുന്നു. കരാറിനെ കുറിച്ച് ട്രംപ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇറാനും അന്തിമ കരാറിൽ ധാരണയായെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കരാറിൽ ഒപ്പിടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിൽ ബോംബിട്ട ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ട്രംപ് കട്ട കലിപ്പിലാണ്. നെതന്യാഹുവിന്റെ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ട്രംപ് ഇറാനുമായിട്ട് കരാറിൽ എത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ബെയ്റൂത്തിൽ ഇസ്രായേൽ ബോംബിട്ടത് അറിഞ്ഞ് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ നെതന്യാഹുവിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെറിവിളിച്ചു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ 80ാം ജന്മദിന ആഘോഷങ്ങൾക്കായിട്ട് വൈറ്റ് ഹൗസ് ഒരുങ്ങുന്നതിനിടെയാണ് സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രായേലിന്റെ തലവനെതിരെ ട്രംപ് അത്യന്തം വികാരാധീനനായിട്ട് പൊട്ടിത്തെറിക്കുന്നത്. നെതന്യാഹുവിന് ഒട്ടും വിവേചന ബുദ്ധിയില്ലെന്നും അവൻ കാരണം എല്ലാം കുളമാകുന്ന അവസ്ഥയിലാണ് എന്നാണ് ട്രംപ് പറഞ്ഞതായിട്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള ആക്സിയോസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്തിനാണ് ഇയാൾ ഈ തെണ്ടിത്തരം കാണിച്ചത്? നെതന്യാഹുവിനെ കുറിച്ച് പ്രസിഡന്റ് ട്രംപ് പറയുന്നതാണ്. പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ ഔദ്യോഗിക സംഭാഷണത്തിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മാധ്യമപ്രവർത്തകനായിട്ടുള്ള ബറാക് റാബിഡ് തന്റെ EX ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ട്രംപ് തന്നോട് പറഞ്ഞ വാക്കുകൾ റാബിഡ് അതേപടി കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. എന്തിനായിരുന്നു ബിബി എന്ന് പറയപ്പെടുന്ന നെതന്യാഹുവാണ് നെതന്യാഹു ആ നാശം പിടിച്ച ആക്രമണം നടത്തിയത് എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നു. ഞാൻ അവനെ വിളിച്ച് നല്ലത് 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അവനൊട്ടും വിവരമില്ല. ആ കാര്യം ഞാൻ അവനെ കൃത്യമായി ധരിപ്പിച്ചിട്ടുമുണ്ട്. മാസങ്ങളായി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാന കരാർ ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ ബോംബെറിഞ്ഞ് തകർക്കാൻ നോക്കിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഇസ്രായേൽ ആക്രമണം നടത്തുകയും അതിന് പിന്നാലെ ഇറാൻ കടുത്ത തിരിച്ചടി ഭീഷണി മുഴക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രമുഖ മാധ്യമമായിട്ടുള്ള വാൾസ്ട്രീറ്റ് ജേർണൽ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് എത്ര വലിയ പ്രകോപനം ഉണ്ടായാലും സമാധാന നീക്കവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ട്രംപിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ 80ാം ജന്മദിനം വൈറ്റ് ഹൗസ് വളപ്പിൽ വിപുലമായിട്ടുള്ള പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. വൈറ്റ് ഹൗസ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ UFC പോരാട്ടങ്ങൾ അടക്കം അവിടെ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഘോഷ പരിപാടികളായിരുന്നു. ട്രംപിനെ ശരിക്കും ചൊടിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ ആഘോഷത്തിന് ഒരുങ്ങവെയായിരുന്നു ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇത് ട്രംപിനെ ശരിക്കും ചൊടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ട്രംപിന് നെതന്യാഹുവിനെ തെറിവിളിക്കേണ്ടി വന്നത്. കരാറിനെ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങളടക്കം എത്തുമ്പോഴും അതേസമയം ലോകത്തിന് ആശ്വാസമായി പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ പ്രഖ്യാപനം നിലവിൽ വരികയാണ്. ഇറാൻ US വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാർ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിൽ ഒപ്പുവെക്കുമെന്ന് പറയപ്പെടുന്നു. മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന തിരക്കിട്ട നീക്കത്തിനൊടുവിലാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ വാഷിംഗ്ടണിന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കുന്നതായിട്ട് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ കരാറിനെ ലോകരാജ്യങ്ങൾ സ്വാഗതം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിൽ എത്തിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹ്ബാസ് ഷെരീഫ് പറയുകയും ചെയ്യുന്നുണ്ട്. വിശാലമായിട്ടുള്ള ഒരു കരാറിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പ് എന്നാണ് ജപ്പാൻ പ്രധാനമന്ത്രി സനെ താക്കായിച്ചി ഇതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. ധാരണാപത്രം സ്ഥിരമായി നടപ്പിലാക്കപ്പെടുമെന്നും ഹോർമൂസ് കടലിടുക്കിൽ സ്വതന്ത്രവും സുരക്ഷിതവുമായിട്ടുള്ള നാവിഗേഷൻ അത് യഥാർത്ഥത്തിൽ ഉറപ്പാക്കപ്പെടുമെന്നും ഇറാന്റെ ആണവ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഒരു അന്തിമ കരാർ എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നൊക്കെ തകായിച്ചി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കരാറിനെ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിപ് എർദോഗൻ സ്വാഗതം ചെയ്തു. ലോകം മുഴുവൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഈ വാർത്ത നമ്മുടെ മേഖലയിൽ വളരെ വലിയ ഒരു സമാധാന അന്തരീക്ഷം അല്ലെങ്കിൽ സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ശാശ്വതമായിട്ടൊരു അന്തരീക്ഷം സ്ഥാപിക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് താൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കരാർ ഒപ്പിടുന്നതിന് മുമ്പുള്ള കാലയളവിൽ പിരിമുറുക്കം കൂട്ടുന്ന വാചോടോപങ്ങൾ, പ്രകോപനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കുവാനും സാധ്യമായിട്ടുള്ള അട്ടിമറികൾക്കെതിരെ ജാഗ്രത പാലിക്കുവാനും തുർക്കി പ്രസിഡന്റ് എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുകയാണ്. ഒപ്പം തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള സമാധാന കരാറിൽ എത്തിയതായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ യുദ്ധമുഖങ്ങളിലും സൈനിക നടപടികൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കുവാൻ ഇരുപക്ഷവും സമ്മതിച്ചതായിട്ടും പറയുന്നുണ്ട്. സമാധാന പാതയിലേക്ക് വരാൻ തയ്യാറായ അമേരിക്കയ്ക്കും ഇറാനും ഷെഹ്ബാസ് ഷെരീഫ് നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾ വിജയകരമാക്കാൻ പിന്തുണ നൽകിയ ഖത്തറിനും കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് നിർണായക സംഭാവന നൽകിയ സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിനും ഷെഹ്ബാസ് ഷെരീഫ് നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷെഹ്ബാസ് ഷെരീഫിനും പാകിസ്ഥാനും ഇത് ചിലപ്പോൾ അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയും പ്രവൃത്തിയും കൂടിയായിരുന്നു. ഇങ്ങനെ മൂന്നാമനായി നിന്നുകൊണ്ട് ഒരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് അമേരിക്കയുടെയും ഇറാന്റെയും ഭാഗമായിട്ട് സമാധാന കരാറിലേക്ക് എത്തിക്കുവാൻ പാകിസ്ഥാനും കഴിഞ്ഞു എന്നുള്ളത് അവർക്കും ഒരു അഭിമാന നിമിഷമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴും ഇറാനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബിടൽ എന്ന് പറയപ്പെടുന്നത്, വീണ്ടും ബോംബിട്ടു എന്ന് പറയപ്പെടുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല.
അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹുവിനെ പോലൊരു യുദ്ധവെറിയനെ പച്ചത്തെറി വിളിച്ച് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് മുമ്പിലുള്ള വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സമാധാന കരാറിലേക്ക് എത്തുക, അത് ജൂൺ 19 അത് ഒപ്പുവെക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ട്രംപിന്റെ മുന്നിലെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത്.